ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. കണ്ടോ? ഇദ്ദേഹത്തിന്റെ പേരറിയാമോ? പ്രശ്നം. ഇതാണ് കിട്ടു. ആരാണ് കിട്ടുവരേക്ക് നോക്കിയേ? അതിനെ പറ്റി ഗുഡ് മോർണിംഗ് ആരും പറഞ്ഞില്ല. അതെന്താ നിങ്ങൾ പറയുന്നേ? ഗുഡ് മോർണിംഗ് ഞാൻ പറ. പറഞ്ഞില്ല. ആരെ? പറഞ്ഞില്ല. അയ്യോ, ആരാ പറയുന്നേ? അവളും പറഞ്ഞില്ല. ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാല് കിട്ടുവരെയൊക്കെ കണ്ടോ? ഞാൻ നോക്കട്ടെ. അയ്യോ, നമ്മുടെ അക്സല്ലേ ഇരിക്കുന്നേ. എനിക്കറിയാമോ? അയ്യോ, അക്സ അറിയാമോ? പിന്നെ എന്നോട് പഠിച്ചതാ. അയ്യോ, അതിവിടെ ഞങ്ങളുടെ കാട്ടിലെ സ്കൂളിൽ പഠിച്ചു. ഏത് അക്സ? എനിക്കറിയില്ല. ഇവളാണോ? ഇവിടെ പഠിക്കല്ലേ? ഇവിടെ പണ്ടേ അറിയാമോ കിട്ടുവിന്? ശേഖരൻ കൊടുക്കുന്നോ? ശേഖരൻ കൊടുക്കുന്നു. പേടിയാണോ? പേടിയല്ലേ? ഇവർക്ക് സമ്മാനം കൊടുക്കും. ഇഷ്ടപ്പെട്ടു. അയ്യോ, അങ്ങനല്ല. അക്സ നിങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ, ഇവരെയൊക്കെ കണ്ടോ? എല്ലാരും കണ്ടോ? ഏത് തൊപ്പി? എവിടാ? ഞാൻ പറഞ്ഞില്ലേ തൊപ്പിയൊക്കെ മാറ്റി വെക്കാൻ. ആ തൊപ്പിയൊന്ന് വെച്ചേ. കിട്ടുമെന്ന് വെച്ചു കൊടുത്തേ. കിട്ടുവിന് തൊപ്പി വെക്കണം. കിട്ടുവിന് തൊപ്പി കണ്ട ഭയങ്കര ഇഷ്ടമാണ്. ആ തൊപ്പി കിട്ടുമെന്ന് വെച്ചു കൊടുക്കാമോ? തൊപ്പി ഒന്ന് വെച്ചു കൊടുത്തേ. കിട്ടുന്ന താഴെ വെച്ചേ. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാണോ? നിന്റെ അനുഭവം വല്ലോ? ഞാൻ സ്കൂളിൽ പഠിച്ച കഥ പറയട്ടെ. സ്കൂളിൽ പഠിച്ച കഥ കേൾക്കണോ? ഞാനാണ് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അക്ഷരം കൂടെ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നിട്ട് എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. എന്നെ ടീച്ചർ ഇറക്കി വിട്ടു. ടീച്ചർ ഇറക്കി വിട്ടു. എന്തിനാ? ഞാൻ മാത്സിന് തോറ്റു പോയത്. മാത്സിന് തോറ്റു പോയാലും ഇറക്കി വിടുമോ? അല്ല, എന്നിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്ന് ആരെയും വിളിച്ചോണ്ട് വരണമെന്ന്. ആരെയും വിളിച്ചോണ്ട് വരണമെന്ന്. നീ എന്താ ചെയ്തു? ഞാൻ ആരെയും വിളിച്ചോണ്ടൊന്നും ചെന്നില്ല. അന്നേരം ടീച്ചർ പറഞ്ഞു ഇറക്കി വിടല്ലേ? കിട്ടുക ചെയ്തു. ഞാൻ പുറത്തു പോയി. പുറത്തു പോയിട്ട് ഞാൻ ഇങ്ങനെ നടന്നങ്ങോട്ട് പോയപ്പോ ഒരു കല്ല് കിട്ടി. കല്ലോ? ചെറിയൊരു മെറ്റലിന്റെ ഒരു കല്ല്. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? അത് ഞാൻ അടുത്തിന്റെ പോക്കലിട്ടു. ഓ, അത് പോക്കലിട്ട് അതിന് കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് ചുമ്മാ കല്ലെടുത്ത് ഒറ്റ വെച്ചു കൊടുത്തു. എവിടെ? ടീച്ചർ കണ്ടു. അയ്യോ, ടീച്ചറിന്റെ നെറ്റിൽ കൊണ്ട് പ്രധാന ടീച്ചർ താഴെ വീണു. എന്തിനാണ് നീ കൈ അടിക്കുന്നേ? ടീച്ചറിനെ കൈയെടുത്ത് അതിന് പറഞ്ഞു. എനിക്ക് വിഷമമാണ്. അറിയാതെ പറ്റിയതാ. സോറി. നീ കടയുണ്ടെന്നേ പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ അറിയാൻ പറ്റിയതാ. പക്ഷെ ഇവരെന്തിനാ കൈയടിച്ച്? എനിക്കറിയത്തില്ല. നമ്മള് അടിമ കൈയടിക്കുന്നില്ല. ഓക്കെ. കിട്ടുവിനോട് നിനക്ക് ചോദിക്കാനുണ്ടോ? കിട്ടുവിനെ ഇഷ്ടപ്പെട്ടതാ കൈയടിക്കുന്നേ? ഓക്കെ, കിട്ടുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ തോറ്റുപോയി. 8ാം ക്ലാസ്സിൽ തോറ്റു. നിർത്തി. 8ാം ക്ലാസ് കൊണ്ട് നിർത്തി. അക്സറിൽ പഠിക്കാണ്ട് പഠിച്ചോണ്ട് ഇത്രയും വന്നു. നീ പഠിക്കുന്നുണ്ടോ? നീ പഠിക്കുന്നുണ്ടോ? കിട്ടു ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു. യഹോവ എന്റെ ഇടയൻ ആകുന്നു. എല്ലാവരും പറഞ്ഞേ. നമുക്ക് ഒരു നല്ല ഇടയനായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എടുത്തെടുത്തു. ഈ ലിബിനുള്ള വലിയൊരു താരമാണ്. ഞങ്ങളുടെ കാട്ടിലൊക്കെ മീമസ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നാ മറാഠിയിലാ പഠിപ്പിച്ചേ? മറാഠിയിലൊന്നും ഈ അപ്പൊ ഒത്തിരി ഭാഷ അറിയാം. എത്ര ഭാഷ അറിയാമല്ലേ? 4 ഭാഷ. മലയാളം അറിയാമോ? ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, മറാഠി. അപ്പൊ 5 ആയില്ലയോ? 5 ഭാഷ അറിയാം അല്ലേ? എന്തൊരു സംഭവം 5 ഭാഷ അറിയാം. അപ്പുറത്തേക്ക് എന്താ ചേച്ചിയറിയാമോ? എനിക്കറിയാം. നമ്മുടെ അച്ഛനെ ചേച്ചിയല്ലേ? ചേച്ചി അങ്ങോട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാ. ഭയങ്കര ജാടയാണോ? ജാടയല്ലേ? ടീച്ചർ ടീച്ചറാ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരെല്ലാരും ഒന്ന് കണ്ടേ. ഞാൻ നോക്കട്ടെ. എല്ലാരും ഒന്ന് കണ്ടു. അവള് നേരെ ഇരുന്നു.
എല്ലാരും കണ്ടല്ലോ. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എന്ത് പറയാൻ? യേശുപ്പച്ചന്റെ കുഞ്ഞുങ്ങളായി ജീവിക്കണം. യേശുപ്പച്ചന്റെ കുഞ്ഞുങ്ങളായിട്ട് പപ്പയും അമ്മയും അനുസരിക്കണം. അയ്യോ അങ്ങനെ വാക്യം. ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു. നിങ്ങളെല്ലാം പറയുമോ? എല്ലാരും പറയട്ടെ. ബൈബിളിൽ ഒരു വാക്യമാണ്. മക്കളെ, ഞാൻ പറയാം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ, ഈ അമ്മയപ്പന്മാരെ അല്ല, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അന്ന് ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഇവരോട് 2 വാക്ക് പറഞ്ഞോട്ടെ. നീ മിണ്ടണ്ട, ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാൻ പറയാം, നീ കയറി പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാൻ പറയാം, നീ മിണ്ടണ്ട, നീ അടങ്ങിയിരിക്കാൻ. ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഓക്കെ, എന്നാ നീ അങ്ങ് പറ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ബാക്കി എന്തുവാ? ഞാനതാ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, നീ കയറി പറയണ്ട. ഓക്കെ? സോറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നീ പറയേണ്ടത്. ലാസ്റ്റ് നീ വിട്ടരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചോ, നിങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടോ? നമുക്കെല്ലാം ജീവിക്കാനല്ലേ ഇഷ്ടം. നന്നായിട്ട് ജീവിക്കണം. എന്നെങ്ങനെ ജീവിക്കണം? മാന്യമായിട്ട് ജീവിക്കണം. മാന്യമായിട്ട് നന്നായിട്ട് പഠിക്കണം. പപ്പയും മമ്മിയെ അനുസരിക്കണം. എന്ത് ചെയ്യണം? എല്ലാ സമയത്തും അവർ പറയുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ മോനെ, മാതാപിതാക്കളെ അനുസരിക്കുന്ന ജീവിതത്തിന് അനുഗ്രഹമാണ്. പപ്പയും മമ്മി നിങ്ങൾ എന്തിനാ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്, അടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാ? നന്നാവാൻ കേടില്ല. നന്നാവാനായിട്ട് അനുസരണം ഇല്ലാത്തോണ്ട്. എന്തിനാ റൈറ്റ് ആൻസർ പറയട്ടെ, പെട്ടെന്ന് പറ. ആരാ പറഞ്ഞേ? അവളൊന്ന് പറ. പപ്പയും മമ്മി നമ്മളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് പപ്പയ്ക്ക് നമ്മളോട് എല്ലാവരും പറഞ്ഞ സ്നേഹമുള്ളത് കൊണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കൊരു സമ്മാനം കൊടുക്കാം. ഇനി ഓടി ഒരു സമ്മാനം നോക്കുന്നുണ്ട് കേട്ടോ. മോടെ പേരെന്തോനെ? ഓക്കെ, താങ്ക് യു. അപ്പം കിട്ടുന്നോട് എല്ലാവർക്കും തന്നെ പറയാനുണ്ടോ? ഇല്ല, ഞാൻ പോവാ. എല്ലാവരും ബൈ പറഞ്ഞേ. ഞാൻ ഈ മോളെ വീട്ടിൽ പോവാ. അവളെ ബിരിയാണി വിളിക്കുന്നു. ആരാ കുട്ടീനെ വിളിച്ചേ? രണ്ടുമോളെന്നെ വിളിച്ചു. അയ്യോ, അങ്ങനെ വിളിക്കൊന്നും ചെയ്യില്ലേ. പേടിച്ചു വല്ലേ. കിട്ടുന്നോട് എല്ലാവരും ടാറ്റ പറയാമോ? ഞാൻ പോവാണേ. അങ്ങനെ നോക്കട്ടെ. ബൈ. പിന്നെ നിങ്ങളുടെ പാട്ട് എക്സ്പീരിയൻസിന്റെ യൂട്യൂബിലൊക്കെ കാണണേ. നിങ്ങളുടെ പാട്ടോ? അതെ, സൂപ്പർ പാട്ട് ഞാൻ കണ്ടിരുന്നു. പടപടാക്കുന്ന പാട്ടിന്റെ ആക്ഷൻ സോങ് യൂട്യൂബിൽ എക്സൽ നിങ്ങളുടെ പാട്ട് കണ്ടില്ലേ? അന്നാ ചെന്ന് നോക്കണം. എക്സൽ BBC നിങ്ങളുടെ അടിപൊളി ഒരു പാട്ട് പാടുന്നു. ഞാൻ അതിന്റെ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ തന്നെ തകർന്ന പാട്ടൊക്കെ പാടിയത്. എക്സൽ BBCന്റെ യൂട്യൂബിൽ കയറി ഒത്തിരി പാട്ടുണ്ട്. BBCന്റെ പാട്ടുകൾ കാണണം. നിങ്ങളുടെ പാട്ട് അതിനകത്തുണ്ട്. എല്ലാവരും ബൈ പറഞ്ഞു. ബൈ.